ഓക്കെ, അപ്പം നമ്മുടെ പാട്ട് സെഷൻ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ചിരിക്കാൻ ദിലീപ് കലാഭവൻ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യും. And after that, again, we'll come back with more power-packed songs by the Kerala Rockers Band. But for now, let me invite Dileep Kalabhavan again onto the stage. ഹലോ, നമസ്കാരം. റെഡിയല്ലേ? ഇനി വ്യത്യസ്തമായ പെർഫോമൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് വെളുപ്പ് മുഴുവൻ കറപ്പടിച്ച് തന്നിട്ടുണ്ട് അവർ സംഘാടകർ. വേറെ ഇതുപോലത്തെ 7 ഡ്രസ്സ് എനിക്കുണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കട്ടൻ തുണികൾ മേടിച്ചിട്ട് ഷർട്ട് വെച്ച് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഷൈൻ ചെയ്യുകയാണ് എൻ്റെ പരിപാടി. വിചാരിക്കുന്നതൊക്കെ കാശൊക്കെ മേടിച്ച് വയ്ക്കുന്നതാണ്. അതേ എവിടെ പറയിൽ സാധാരണ UK പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് കാർ ബൂട്ട് സെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. കാറിൻ്റെ ബൂട്ട് തുറന്നിട്ട് ആണുങ്ങളൊക്കെ മദ്യപിക്കും, പെണ്ണുങ്ങളൊക്കെ ഒരേ രീതിയിലുള്ള വൈൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് തിരുവാതിര കളി കളിക്കും. 10 പ്രാവശ്യം റിഹേഴ്സ് ചെയ്താലും തെറ്റിപ്പോവും. മാർഗംകളി കളിക്കും, അതും തെറ്റിപ്പോവും. ഇപ്പം പിന്നെ പുതിയൊരു സംഭവമുണ്ട്, പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞൊരു സംഭവം. കയറ് മോളിൽ കെട്ടിയിട്ട് പിന്നണ തിരുവാതിര. എൻ്റെ ജീവിതത്തിൽ കണ്ടേക്കണ ഒരു തിരുവാതിരയും പിന്നീട്ട് നേരെയായിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഒരു മിമിക്രിക്ക് നിൽക്കുമ്പോൾ ഞങ്ങളെ വിട്ട് ഇത് അഴിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ലയെന്ന് കാണുന്നു. ഒന്നുകൂടി ഒന്ന് കുവിക്കേ, റെഡിയാണോ? ആ, ഞാൻ വിചാരിച്ച് പുറകിൽ ആൾക്കാരെന്തോ ക്യൂ നിൽക്കുമെന്ന്. ജാക്കറ്റ് ഇട്ടേക്കണതാണല്ലേ, ഞാൻ വിചാരിച്ച് ഇത്ര ലൈൻ നിൽക്കണ എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന്. ഓക്കെ, എനിവേ എന്താണേലും നമ്മളിവിടെ കുറച്ച് നേരം സന്തോഷിക്കാനും ആടാനും പാടാനും ഒക്കെ വേണ്ടി വന്നതാണ്. ഈ മിമിക്രിക്ക് കൊണ്ട് തന്നെ ഞാനിപ്പോൾ 20ാമത്തെ വർഷമാണ്. 2003 തുടങ്ങിയ പ്രയാണമായിരുന്നു കലാഭവൻ്റെ കൂടെ. ഇപ്പോൾ ഏതാണ്ട് 24ഓളം രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. UK മാത്രമായിട്ട് 140ഓളം പ്രോഗ്രാം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും തള്ളല്ല. പക്ഷെ ഇത്രയും രാജ്യങ്ങളിലും ഇത്രയും സ്റ്റേജുകളിലും പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും സുന്ദരികളെയും സുന്ദരന്മാരെയും കാണുന്നത് ഇവിടെ ഈ ആംസ്റ്റർഡാമിൽ ഈ അമ്മയെ വന്നപ്പോഴാണ്. അപ്പോ നുണ പറഞ്ഞാലും നിങ്ങൾക്കറിയാം, അതറിയോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നത്. പിന്നെ നമുക്ക് കാര്യം ചെയ്യാം, ഒരു നല്ലൊരു പാട്ട് പാടിയിട്ട് അങ്ങ് തുടങ്ങിയാലോ? അതോ മിമിക്രി വേണോ, പാട്ട് വേണോ? പാട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ മിമിക്രി ആയിട്ട് ഒന്നുകൂടെ വരും. വേറൊന്നുമല്ല, ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന പുതിയ സിനിമകൾ, ഞാൻ തന്നെ ഡബ് ചെയ്തിരിക്കുന്ന സിനിമകൾ, ഞാൻ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ഡബ്ബിങ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പോട്ട് ഡബ് അനുഭവം നിങ്ങൾക്ക് വേണ്ടി തരാം. അത് കൂടാതെ നല്ലൊരു സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ 15ാമത്തെ സിനിമയാണ് കഴിഞ്ഞത്. ഇനി ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ പടം നാദിർഷക്കയുടെ പടം തന്നെയാണ്. നാദിർഷക്കയുടെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള അമർക്ക് പറന്തോണി, കട്ടപ്പന ഋതിക് റോഷൻ, യമണ്ടൻ പ്രേമകഥ, അതല്ലെങ്കിൽ മേരാ നാം ഷാജി, അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് നാദിർഷക്കയുടെ പടത്തിലാണ്. പിന്നെ നാദിർഷക്കയുടെ പുതിയ ഇറങ്ങാൻ പോകുന്ന പടം നായകനായിട്ട് സുരേഷ് ഗോപി ആയിരുന്നു. ഷൂട്ടിങ് ഡിസംബറിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണമായതുകൊണ്ട് ഏപ്രിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരും. പിന്നെ ആംസ്റ്റർഡാം മലയാളികൾ ഒരുക്കുന്ന പുതിയ പടത്തിൽ ഞാനും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കഥ ആംസ്റ്റർഡാമിലൊരു കൂട്ടുകാരനാണ്. പടത്തിൻ്റെ പേര് അടുക്കള എന്നാണ്. ആംസ്റ്റർഡാമിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ലേഡീസ് വരുന്നത് നമുക്കിവിടെ നേഴ്സിങ്ങിനോ അല്ലെ UK പോലെ ചാൻസ് ഇല്ല. എല്ലാം IT മേഖലയാണ് അല്ലേ? നിങ്ങൾ ഓൾമോസ്റ്റ് കുടുംബത്തിൽ ആരെങ്കിലും ഹസ്ബൻഡോ വൈഫോ IT-യിലുണ്ടാവും ഇല്ലേ? IT-യിൽ വന്നിട്ട് കൂടെ വരുന്ന ഭർത്താക്കന്മാരുടെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. കാരണം ഇവിടെ 10-15 ദിവസമായിട്ട് ഞാൻ കണ്ടുവരുന്ന സംഭവങ്ങളാണ്. പിള്ളേരെ നോക്കണം, കുറേ കാര്യങ്ങളുണ്ട്, കുടുംബത്തിൽ പണിയെടുക്കണം, പാത്രം കഴുകണം. അപ്പോൾ നിങ്ങളുടെ തന്നെ ഇടയിലുള്ള ഒരു ആംസ്റ്റർഡാം ഒരു IT കാരിയുടെ ഭർത്താവ് എഴുതിയൊരു കഥയാണ് അടുക്കള എന്നാണ് പടം. സംഭവം ചെയ്യാൻ പോകുന്നത് പഴയ നമ്മുടെ രാജസേനൻ സാറാണ് പടം സംവിധാനം ചെയ്ത്. അതിനകത്ത് നല്ലൊരു വേഷം ഞാനും ഉണ്ട്. പറ്റുവാണെങ്കിൽ ഇതിനുള്ള ഈ ആംസ്റ്റർഡാമിലൊക്കെ ഷൂട്ടിങ്ങും ഭാഗമായിട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. നിങ്ങളുടെ കഥയാണ്. അതൊക്കെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. കള്ള CD-യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലത്തെ ആ പരിപാടി എന്നിട്ടൊന്നും കാണരുത്. OTT-യിലല്ല, തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പോയി കാണുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് മെജോയെ സ്വാഗതം ചെയ്യാണ് വേദിയിലേക്ക്. നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? ഇവിടെയൊക്കെ നമ്മൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുന്നു പോരെ? നിങ്ങളൊക്കെ ഒന്ന് ഇരിക്കുന്നേ, വാ. ഇത് ഒരു ഫ്ലോക്ക് സോങ് ആണ്. ഒരുപാട് വേദികളിൽ പാടി നമ്മൾ ചെയ്യുന്നൊരു, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ യൂട്യൂബ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഏറ്റവും റീസെൻ്റ്ലി ഞങ്ങൾ ചെയ്തത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിങ്ങൾ പറയുന്ന പോലെ 50,000 പേര് ഓഡിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ 100 പേരോ അല്ലെങ്കിൽ 200 പേരോ മതി 50,000 വെല്ലാൻ അല്ലേ? പോരെ? ഇത് ആരാടാ ഇരിക്കണത്? ഇത് പ്രേമത്തിലെ നിവിൻ പോളിയുടെ താടിയൊക്കെ വെച്ചിരിക്കണത്. ഓക്കെ എന്നാ ഒരു കേൾക്കണോ പ്രിയ കൂട്ടിയെ? പാട്ടുന്നുണ്ടാവോ? ചേട്ടാ പറഞ്ഞിട്ട് ഇടാവുള്ളേ ഒന്ന്. അവിടെ ആളുണ്ട്. ഞങ്ങൾ മലയാളി നിർത്തി. ഞങ്ങൾ വേറെ കളിയാ പോളെ, വേറെ കളിയാ. ഫുൾ സെറ്റപ്പാ. എല്ലാവർക്കും പാടാവുന്ന പാട്ടാണ്. അപ്പൊ നിങ്ങൾ എന്നോട് കൂടുക ഞങ്ങളുടെ കൂടെ. മെജ ഇവിടെ പാടുമ്പോൾ കോറസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. എല്ലാവർക്കും മൈക്ക് തരും. ഓക്കെ, റെഡിയാണോ?
ആകെ 2 ലൈനേ ഉള്ളപ്പോൾ നിങ്ങളോട് പാടാം. ഞാൻ പാടിത്തരാം ആദ്യമേ. ഓക്കെ, ഓക്കെ റെഡിയാണോ? ഓക്കെ, പ്ലേ ദ മ്യൂസിക്. അപ്പം തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. റെഡിയല്ലേ? അവിടെ റെഡിയാണോ? വാ, കൂടെ ഉള്ളവരെ വിളിച്ചോ. വാ, ഇതുവരെ അക്ഷരം കണ്ടിട്ടില്ലാത്ത പങ്കുത്ത്. വാ, നമുക്ക് കാണണം. വാ, ready? വാ. Hey! Hey! അതൊക്കെ പഴയത്, വേറെ സാരം. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മക്കളെ എവിടെ? വാ, പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, strength കാണിക്ക്. ഒരു വാ. തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആലുവ മണപ്പുറത്ത് കുര്യേച്ചാ, ശിവരാത്രി മഹോത്സവം കണ്ടേ, കുര്യേച്ചനല്ലേ, കുര്യേച്ചൻ. പുഴയും കണ്ടേ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ഒരു കുര്യേച്ചാ. ആലുവ പുഴയും കണ്ടേ. മിസ്റ്റർ കുര്യൻ, വാ. കേൾക്കണോ പ്രിയ കൂട്ടരെ Hey! ഒരു കൊഞ്ചി പറഞ്ഞ കഥ, Hey! അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. Hey! Hey! Come on, sir. Come on. No problem. Any language. Come on. Hey! പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ,
അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. താങ്ക് യു. അടുത്തത് എൻ്റെ കൂടെ ഈ ഒരു ഓഡിയൻസിനെ കണ്ടപ്പോൾ, ഇത് തീർച്ചയായിട്ടും സ്നേഹം എന്ന ഈ പ്രോഗ്രാം ഇതൊരിക്കലും ഞങ്ങളുടെ പ്രോഗ്രാമല്ല, നിങ്ങളുടെ പ്രോഗ്രാമല്ല, മറിച്ച് നമ്മളുടെ പ്രോഗ്രാമാണ്. അല്ലേ? നമ്മളുടെ പ്രോഗ്രാമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മാത്രം പെർഫോം ചെയ്താൽ പോരല്ലോ, നിങ്ങളും ചെയ്യണ്ടേ? അപ്പോൾ ഒരു കാര്യം ചെയ്യ്, വേദിയിലേക്ക് ഒരു 4 ഫാമിലിയെ വിളിക്കുകയാണ്. ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ളവർ, സോറി ആംസ്റ്റർഡാം എന്ന് അറിഞ്ഞില്ല, കൂടെ പാർട്ട്ണർമാരും അടുത്ത പാർട്ട്ണറായിട്ട് വരാം. സോറി, നിങ്ങളുടെ കൂടെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നാൽ മതി, വേദിയിലേക്ക് ഒന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നാട്ടിലെത്തൂട്ടാ. വാ, കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും വിളിച്ചോണ്ട് പോരെ. മോള് വാ, ആരാളുടെ കൂടെ? സത്യം, അത് പോയി. അടുത്ത ചാൻസ്, വരൂ, വാ, കയറി വാ. ഹസ്ബൻഡ് ഇപ്പോഴേ വെള്ളം കുടിക്കുകയാണല്ലോ. എൻ്റെ പൊന്നളിയാ, നോക്കിയിട്ടൊക്കെ കെട്ടിയാൽ പോരാ. കൊച്ചിനെ അവിടെ കൊടുക്കൂ. കൊച്ചിനെ ശങ്കറിൻ്റെ കൂട്ട് ഷാളിട്ടേക്കണം പുള്ളിയത്, മലയാള സിനിമയിലെ പഴയ ശങ്കർ. അളിയ മേനക എന്തി അളിയൻ്റെ? ഒറ്റയ്ക്കുള്ളോ? അല്ല, ശങ്കറിൻ്റെ കൂടെ മേനക ഉണ്ടല്ലോ. എൻ്റെ വൈഫുണ്ടോ? വാ ഇങ്ങോട്ട്, ശങ്കർ മേനക വാ, കയറി വാ, കയറി വാ, നല്ലൊരു കയറി കൊടുക്കാം. കണ്ടോ? അടിപൊളി, വാ, കയറി വാ, വാ. ഇനി ആരാളെ? വേഗം വാ, സമയമില്ല കേട്ടോ, നമുക്ക് കറക്റ്റ് ഷെഡ്യൂളാണ്. അവർക്കറിയാൻ പാടില്ല ഇത് കഴിഞ്ഞോ ഇല്ലയോ എന്ന്. അവർ പെട്ടെന്ന് മൈക്ക് ഓഫ് ചെയ്യും, അടുത്ത ആളെ വിളിക്കുകയും ചെയ്യും. വേഗം വാ, വാ, നിങ്ങൾ രണ്ടുപേരും വന്നേ, വാ, കയറി വാ, കയറി വാ. അടുത്തയാള് വാ, ഞാൻ തന്നെ വിളിച്ചു. പുറകിലാരേക്കണേ വന്നേ, വാ രണ്ടുപേര്. ആ ബാർ കൗണ്ടറിൽ നിന്ന് മാറുന്നില്ല കേട്ടോ. ആ ചേച്ചിയും ചേട്ടനും ചുമന്ന ചുവടായിട്ട് ചുമന്നുടുപ്പിട്ട് ചേച്ചി ബാഗ് സൈഡിൽ തൂക്കിയിട്ടുണ്ട്. ഇതെന്നോട് ആ ബാഗ് ആരും എടുത്തോണ്ട് പോവില്ല. സാധാരണ നമ്മൾ 4 പാലായിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ കാണാം, മൂത്രപ്പുരയുടെ പിരിവിന് ഇതുപോലെ ബാഗും കഴുത്തെ തൂക്കി നടക്കുന്ന ആൾക്കാർ. കൊടുത്തോ, വാ, കയറി വാ. അടുത്ത വാ, രണ്ടുപേരും വാ, കയറി വാ. ഇവിടെ ഹസ്ബൻഡ് ഇപ്പൊ മനസ്സിലായി, ലീഗലായിട്ടുള്ള ആരും ഇല്ലാതെ. വാ മോള് വാ, എറണാകുളംകാരി വാ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. മോള് വിളിച്ചാ വന്നെ ആരെങ്കിലും വാ, വാ. ആടി കോട് കയ്യടി, ആടി മോളി തകർത്തു, അവര് കൊണ്ടുപോയി. അതെ പ്രിയമുള്ളവരെ, ഇത് ചെറിയൊരു മത്സരമാണ്. ഇനി തരാൻ പോകുന്നത് വേറൊന്നല്ല, നിങ്ങൾക്ക് തരാൻ പോകുന്ന 2 പവൻ്റെ മലബാർ ഗോൾഡ് നൽകുന്ന സ്വർണ്ണ സമ്മാനമാണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാജീവേട്ടനാണ്. രാജീവേട്ടൻ ആദ്യമായിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഈവൻ്റാണ്. 2 പവൻ്റെ സ്വർണ്ണ നാണയമാണ് ഇതിന് സമ്മാനം. അപ്പം സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം, എന്തെങ്കിലും ഒരു ഗെയിം വേണമല്ലോ, അതിനു വേണ്ടി മാത്രം ചെയ്യുകയാണ്. ഗെയിം എന്ന് പറയുമ്പോൾ അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ സൂര്യ ടി വിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടങ് ടിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ഹിറ്റ് എഫ് എം ആരെങ്കിലും കേട്ടിട്ടുള്ളവർക്ക്, ദുബായിലുള്ളവർക്ക് അറിയാം, ഹിറ്റ് എഫ് എമ്മിൽ മധുരം മലയാളം എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു, ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിക്കാം, വേണ്ടേ? ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞു. സിന്ധു. രഘു, ഭീമൻ രഘു. വരണം വരണം മിസ്റ്റർ ഇന്ദു ചൂടെന്നൊന്ന് മാത്രം പറയാൻ പറ്റുമോ? വരണം മിസ്റ്റർ ഇന്ദു ചൂടൻ ഒന്ന് പറഞ്ഞേ. വരണം മിസ്റ്റർ ഇന്ദു ചൂടൻ. രഘുവിന്, ഭീമൻ രഘുവിന്റെ കയറി ഭീമൻ രഘുവിനോ വെളിവില്ല. ഈ പുള്ളി ഇങ്ങനെ വാ, ശങ്കറിന്റെ ഫിഗറായിട്ട് നടക്കും കേട്ടോ. അപ്പൊ ഇന്ദു രഘു പറഞ്ഞോ. ഗീതു മലയാളിയാണോ? ആണോ? പക്ഷെ ആ ഗീതു പറയുമ്പോൾ ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ മതി, ഇവിടെ തുപ്പല് തെറിച്ചായിരുന്നു. അതുകൊണ്ട് ഇനി അധികം തു വേണ്ട കേട്ടോ. ഗീതു എന്ന് പറയാൻ തുപ്പാനുള്ള ഇതല്ല, ഗീതു അത് മതി. ഓക്കെ, പേര് ശരത്. അളിയ ശരത്ത് എന്താ സിനിമ നോക്കാത്തെ?
ആണോ? എനിക്ക് എൻ്റെ പണിയില്ലാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതുപോലുള്ള പരിപാടിയായിട്ട് നടക്കുക. ഞാനിപ്പോൾ ഈ അയൽക്കൂട്ടംകാരുടെ കൂടെ കൂടിയിട്ട് അച്ചാറ് ഉണ്ണിയപ്പം അരിയുണ്ടിയൊക്കെ വീട്ടിൽ കൂടെ എത്തിച്ച് എന്നെ അമ്മ ഉണ്ടാക്കി തരും. അങ്ങനത്തെ പരിപാടിയിൽ ഇപ്പം നിൽക്കുന്നത്. പറ. പ്രിയ. ആ. സുവിത് കൊള്ളാം, തകർത്തു. സത്യം പറ, ലവ് മാരേജ് ആണോ? IT കല്യാണം കഴിഞ്ഞോ? പോയി. ആ, അളിയനാണ് ലോട്ടറി അടിച്ചേ. മണ്ണും ചാരിയുന്നവൻ പെണ്ണിനെ കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ. പറ പേര്. ജോബിൻ. നാട്ടിലെവിടെയാ? കൊട്ടാരക്കര. കല്യാണം കഴിഞ്ഞാണോ? അളിയ ഒന്നെടുത്തു. ആ മേഡം ഇവരുടെ അതെ മോളെ ഇതൊന്ന് എടുത്തോണ്ടോ. നമ്മുടെ 2 പേരാണ്. അറിയാലോ? അവ മനസ്സിലായി. ഓക്കെ. വേറെ സെറ്റപ്പാ കല്യാണം കഴിക്കാൻ. തങ്കക്കൂടം മോക്ക് മനസ്സിലായോ? ഓക്കെ. പേര് ദീപ്തി. കൊള്ളാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഞാനിവിടെ ഒരു ടങ് ടെസ്റ്റർ കൊടുക്കുകയാണ്. അത് ഏറ്റവും നന്നായിട്ട് വൃത്തിയായിട്ട് പറയുന്ന ആളുകൾക്കാണ്. മൈക്ക് പിടിച്ചോ. ഏറ്റവും നന്നായിട്ട് പറയുന്ന ആളുകൾക്കാണ് സംഭവം. കേൾക്കാമോ? കേരളത്തിൻ്റെ കരളിൻ്റെ കുളിരാണ് കളരി. ഇത് തെറ്റാതെ 5 പ്രാവശ്യം ഏറ്റവും നന്നായിട്ട് പറയുന്ന ഫാമിലിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2 പവൻ്റെ സ്വർണ്ണ നാണയമാണ്. നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ, പറഞ്ഞോളൂ. കേരളത്തിൻ്റെ കരളിൻ്റെ കുളിരാണ് കളരി. ആ ആ ആ കേരളത്തിന്റെ ഓ കരളിന്റെ കളരല്ല, കരള്. കരളിന്റെ കളര്. കളറ് ആര് പറഞ്ഞു കളര്? കരള്. ഞാൻ എന്ത് പറഞ്ഞാലും ഏറ്റു പറയുക. നീങ്ങിക്ക്. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളറി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. അത് തെറ്റാതെ 5 പ്രാവശ്യം പറ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. സെയിം. ഓക്കെ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഒന്നുകൂടെ പറ. കേരളത്തിന്റെ മൈക്ക് ചേർത്ത് പിടി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളറി. കളറി. ഈ പെണ്ണുമ്പള്ളി ഒന്നും ജീവിതത്തിൽ നാക്ക് പഠിച്ചിട്ടുമില്ല. ആംസ്റ്റർഡാം ആണ് പോലും. ഓക്കെ, കൊണ്ട് രഘു തകർക്കണം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളറിന്റെ കുളിരാണ് കരളി. പുള്ളിക്ക് കായതാ കൂ ഏതാന്ന് പോലും അറിയില്ല. ഒന്നുകൂടെ. അടുത്ത ആള്. ഗീതു റെഡിയല്ലേ? ആ, ഇത് പറയണത് വേറെ വല്ലതും പറഞ്ഞോനോ? എളുപ്പമുള്ള വേണോ? ആ, നോക്കെ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. 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 കെട്ടിയോ പറഞ്ഞു കഴിഞ്ഞാ 2 പവൻ കൊണ്ടാൻ പോവാട്ടോ. ഹസ്ബൻഡോടെ പറയണം. അളിയന്റെ കയ്യിലാ ആട്ടി. 5 പ്രാവശ്യം പറയണോ? 4 പ്രാവശ്യം പറഞ്ഞാൽ മതി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഇത് പാട്ടായിട്ടല്ല പറഞ്ഞത്. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ആ, കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. 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 അപ്പോ ഇവരെ വെല്ലാൻ പറ്റുന്ന ഏതെങ്കിലും 2 ഫാമിലിയിലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വാ പ്രിയ വരൂ. വാ. അവ പ്രിയക്ക് ഇത് തന്നെ പറഞ്ഞ മോശമല്ലേ, അതുകൊണ്ട് അടുത്ത് നമുക്ക്. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. സിമ്പിൾ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. 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 തെറ്റാതെ 5 പ്രാവശ്യം പറയുകയാണെങ്കിൽ സിജോ തരുന്ന ഒരു സമ്മാനം കൂടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച മദ്യം ഹെന്നസിയുടെ 2.5 ലക്ഷം രൂപയുടെ ഒരു കുപ്പി നിങ്ങൾക്ക് 2ാം സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. വാ പ്രിയ, കയറി വരൂ. മൈക്ക് പൊത്തിപ്പിടിച്ച കേൾക്കണേ എങ്ങനെയാ? ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഒന്നുകൂടെ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആ, സ്പീഡ് 5 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്ന് തുടങ്ങാം കേട്ടോ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് സ്പീഡിൽ പറ. ആലോചിച്ച് സ്പീഡിൽ പറ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ. എവിടെ തയ്ച്ച? എന്താ പറഞ്ഞു കേട്ടായിരുന്നോ? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആ, പറഞ്ഞോ 5 പ്രാവശ്യം. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആ, ഇല്ല, തെറ്റാതെ 1 പ്രാവശ്യമെങ്കിലും പറ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ഇത് ചന്തയിൽ അടൂർ ഗോപാലകൃഷ്ണ പടമല്ല. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഓക്കെ, പറഞ്ഞോ. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ
ചന്തയിൽ സഞ്ചി ഉമ്പ, ഉമ്പ, ഉമ്പ. ആര് തയ്ച്ച സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി പോരെ ഓക്കെ മതി, നമുക്ക് നോക്കാം. വാ, കണ്ടോ കണ്ടോ ആണുങ്ങളെ മാനം കാക്കാനായിട്ട് കൈയടിച്ചേ, കേട്ടോ പൊളിക്കൂന്ന്. ആ കറക്റ്റ് ടൈമിൽ സിലബസ് മാറ്റിയല്ലേ. വാ, ആര് തയ്ച്ച സഞ്ചി? ആര് തയ്ച്ച സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി ആര് തയ്ച്ച സഞ്ചി അടി അമ്പടി ഒന്നുകൂടെ. ആര് തയ്ച്ച സഞ്ചി ഈ പുള്ളിക്ക് വരുന്നത് തയ്ച്ച സഞ്ചി ആര് തയ്ച്ച സഞ്ചി ഈ പുള്ളിക്ക് ഇതിന്റെ മാത്രം വിചാരമുള്ളൂ. അതല്ലാതെ അങ്ങനെ സഞ്ചി അങ്ങനെ പറയില്ലേ ആംസ്റ്റർഡാം. അയ്യോ, ഈ പുള്ളി ഏതാണ്ടൊക്കെ ഇന്നലെ പോയി അവിടെ കണ്ടു. ഇപ്പൊ മനസ്സിലായില്ലേ, ഞാൻ പോയപ്പോ കൂടെ ഉണ്ടായിരുന്ന കണ്ട ആള് ഇവനാണ് അവൻ. അളിയ ആര് തയ്ച്ച സഞ്ചി? സഞ്ചിയായിരുന്നോ? അടി ചുമ്മാ നിന്നങ്ങ് വിട്ടോണ്ടിരിക്കുകയാണേ. ആ ഒന്നുകൂടെ. ആര് തയ്ച്ച സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി 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 ആര് തയ്ച്ച സഞ്ചി ഇത് എങ്ങോട്ടൊക്കെയാ പോകുന്നുണ്ട് കേട്ടോ. ഇല്ലേ, എവിടേക്കോ പോയി. എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? എങ്ങോട്ടൊക്കെ പോകുന്നില്ലേ? വാ, അടുത്ത ആളിലേക്ക് കൊടുക്കാം. ഓക്കെ, വാ വാ, രണ്ടുപേരും വാ, കയറി. ജോബിനപ്പോ ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുക്കാം, ഏറ്റവും എളുപ്പമുള്ള. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. ഒന്ന് കൈയടിച്ചേ, ഒന്നുകൂടെ ഒന്ന് കൂവിക്കേ. ഓക്കെ, അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി, അന്തിക്ക് എന്ന് പറയുമ്പോൾ സന്ധ്യ ആകുമ്പോൾ, കുന്തിദേവിനെ അറിയാലോ, 101 പേരുടെ അമ്മയായിരുന്നു പണ്ട്. കിണ്ടി കഴിയപ്പോൾ, കിണ്ടി എന്ന് ഈ കാല് വരാനുള്ളതാണ്. കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിന്ന് ഒരു കിണ്ടി ഉരുണ്ടിട്ട് കുണ്ടിൽ വീണു, ചെളി വീണു. അപ്പോൾ ഭയങ്കര സങ്കടമല്ലേ? ഇതിലേതാ മനസ്സിലാവാത്തെ? അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഓക്കെ, നല്ലൊരു കേട്ട് കൊടുത്തേ. സമ്മാനം കൊണ്ടുപോണ് 2 പവൻ സ്വർണം കൊടുക്കുന്നു. ഓക്കെ, അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. വെറുതെ പുള്ളീനെ ഒരു കുഴപ്പമില്ല. വഴിതെറ്റി വന്ന ഭാര്യ ഭർത്താക്കന്മാര് സമ്മാനം കൊണ്ട് പോട്ടോ. ഓക്കെ, അന്തിക്ക് കുന്തിദേവി അത്ര വികാരം വേണ്ട കുന്തിദേവിക്ക്. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി കുണ്ടിൽ വീണു. ആരുടെ കിണ്ടി? അതെ, ഇത് ONV സംസ്ഥാന സമ്മേളനമല്ല. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത് തന്നെ, ഉരുണ്ടിട്ട് കുണ്ടി വീണു. ഓക്കെ, അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. സുരേഷ് ഗോപി വേണ്ട, നോർമലി പറഞ്ഞാൽ മതി. കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി ഒരു കിണ്ടി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. നല്ലൊരു കഴി. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി കിണ്ടികളിൽ ഒരു കിണ്ടി കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. എവിടെ? കുണ്ടിൽ വീണു. ഓക്കെ, ഒന്നുകൂടെ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് ഇത് എന്നത് ആ ചേട്ടൻ പറഞ്ഞ കേട്ടോ? കേട്ടു. കാണാൻ കൊള്ളാവുന്ന കെട്ടിയവനെ വിളിച്ചോണ്ട് വന്നല്ലോ നിങ്ങൾ പറ. ആ പുള്ളിയുടെ സമ്മാനം കളയരുത്, പറ. സോറി, രണ്ടാമത്തെ ഒന്നുകൂടെ പറയണം. ഏതാ വേണ്ടേ? അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടികളിൽ ഒരു ചേച്ചി വേറെ മൂടില്ല. കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ആ, അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഓക്കെ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കുണ്ടി കഴുകിയപ്പോൾ അയ്യോ, ചേച്ചി വേറെ എന്തോ ഇടയ്ക്ക് വേറെ എന്തോ കഴിയാൻ പോയി ചേച്ചി. എന്റെ പൊന്നു മോളെ, ഇവിടെ മുഴുവൻ പേപ്പറാ, ടിഷ്യൂ പേപ്പർ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. എല്ലാവർക്കും ചിരിക്കാൻ ഒരു അവസരത്തിന് അയ്യോ, നന്നായി. അപ്പൊ
ഇതിലാർക്കാ സമ്മാനം കൊടുക്കണ്ടേ? ഇതിലാർക്കാ സമ്മാനം കൊടുക്കണ്ടേ? ഏറ്റവും നന്നായിട്ട് വരൂ മുന്നോട്ട് വരൂ. സമ്മാനം തരുന്നതിന് വേണ്ടിയിട്ട് ആരെയും വിളിക്കണ്ടേ? സീച്ചേട്ടാ, ആരെയും വിളിക്കണ്ടേ സമ്മാനം കൊടുക്കാൻ? സമ്മാനം കൊടുക്കാൻ ആരെയും വിളിക്കണ്ടേ? ചേട്ടനാണോ? ജോബിനെ. അതെ, ഈ രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോബിനാണ്. ഒന്നാം സമ്മാനം 2 പോയിന്റ് തുറന്ന് മാറിയിട്ട് രണ്ടാം സമ്മാനം ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു ബോട്ടിലാണ് സമ്മാനം നൽകുന്നത്. അത് മേടിച്ചിരിക്കുന്നത് ജോബിൻ സ്പോൺസർ. നല്ലൊരു കൈ കൊടുത്ത് ആ സമ്മാനം കൊണ്ടുവരൂ. അടി നല്ലൊരു കൈ കൊടുത്ത്. ഞങ്ങളിവിടെ എത്തിച്ച സിജുവാണ് സമ്മാനം കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ സമ്മാനം കൊടുക്കണം. സമ്മാനം ഏറ്റുവാങ്ങുന്നു ഗീതു ആൻഡ് ശരത്. നല്ലൊരു കൈ കൊടുത്ത് കൊടുത്തോളൂ. പക്ഷേ വേദിയിൽ പങ്കിട്ട എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ബോട്ടിൽ നിങ്ങൾ കഴിക്കുമോ? വല്ലപ്പോഴും അത് തുറന്നു. അത് തുറന്നവർക്ക് ആ കുപ്പി കാണണ്ടേ? നല്ല അത് ചെറിയ ഒരു സാമ്പത്തിക പരാധീനം മൂലം കുപ്പി ഇല്ലായിരുന്നു. അത് എല്ലാവരുടെ വീതിച്ചെടുത്തു. ഓക്കെ, എല്ലാവരുടെ വീതിച്ച് പോവരുത്. ഇനി വേദിയിൽ ഇവർ ഡാൻസ് കളിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എൻ്റെ പൊന്നോ പൊളിയാ. വാ മെജോ. പാലാപ്പള്ളി സോങ് ഇഷ്ടമാണോ? കടുവാ സിനിമയിലെ പാലാപ്പള്ളി പാടിയ അതുൽ നരകര എന്ന കലാകാരന് ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഞാനും അതിലും ആ ബാൻഡുമായിട്ടായിരുന്നു പല രാജ്യങ്ങളിൽ പോയത്. UK ഞങ്ങൾ 14ഓളം സ്റ്റേ ചെയ്തു. അപ്പോൾ ആ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ പാലാപ്പള്ളി പാട്ടൊന്ന് പാടിയില്ലേ? മോശമല്ലേ? വേണ്ടേ? സീച്ചേട്ടാ കുറച്ച് കഴിയുമ്പോൾ ഈ കസേരയൊക്കെ മടക്കും എല്ലാവരും നിന്നാ കാണുന്നതെന്ന് പറഞ്ഞു. ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കസേരയിൽ നിങ്ങൾ ഇരിക്കണം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അമേരിക്കയിൽ അദ്ദേഹം പോയപ്പോൾ കൊടുത്ത കസേരയാണ്. സീച്ചേട്ടാ കസേര മടക്കുമല്ലേ? കസേര മടക്കിക്കോളാൻ പറ. ഇനി എല്ലാവരും എനിക്ക് നമുക്ക് തുടങ്ങാം. ചേച്ചി അവിടെ തിന്നുകൊണ്ടിരിക്കുവല്ലേ? കൊള്ളാം. ഇവിടെ ഇവിടെ അമ്മയ്ക്ക് പേറ്റുന്നത് മോക്ക് വീണമായെന്ന് എന്തോ ഒരു പറഞ്ഞു വരില്ലേ? ബാക്കിയുള്ളവർ ഇവിടെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാലാപ്പള്ളിക്ക് നിങ്ങൾ ഡാൻസ് കളിക്കണം. കൂടെ പാടണമെങ്കിൽ പാടാം. ഏറ്റവും നല്ല ഡാൻസിനായിരിക്കും 2ാം സമ്മാനം, കപ്പിൾ ഡാൻസിന്. ഓക്കെ, നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാലോ? താഴത്തേക്ക് ഇറങ്ങാം. ബാ, നമുക്ക് താഴെ നിന്ന് കളിക്കാം. പെട്ടെന്ന് കേട്ടോ, സമയപരിമിതിയുണ്ട്. പെട്ടെന്ന്. ഹലോ നിങ്ങളിവിടെ നിരന്നോ. വാ, തുടങ്ങിയോ? മ്യൂസിക് റെഡി അല്ലേ? വാ സ്റ്റേജിലുള്ള എല്ലാവരും വാ. എല്ലാ 1ാം സമ്മാനത്തിന് അർഹരായ രൂപ. ഇപ്പം 2ാം സമ്മാനമാണ് കൊടുത്തത്. വാ, നിങ്ങളും വാ. വേറെ ആരെയും വിളിച്ചു വാ. മക്കൾ വാ, വാ, നിങ്ങൾക്കും കളിക്കാം. വാ, ഇത് ഡാൻസിന് 2ാം സമ്മാനമാണ്. വാ എല്ലാവരും പോലെ. ഏറ്റവും നല്ല ഡാൻസർക്ക് സമ്മാനമുണ്ട്. ഇതായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ പോരെ? വാ, റെഡി, പ്ലേ ദ മ്യൂസിക്. ഓക്കെ, come on guys, വാ വാ വാ. തിരുപ്പള്ളി പുകളേറും കുളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും കുളി നാളാണ്. ഒന്നാം കുന്നു നടന്നാരോ കുന്നിലിറങ്ങുന്നേ. ഒന്നാം കുന്നു നടന്നാരോ കുന്നിലിറങ്ങുന്നേ. Sound please. Please give me your sound. Aavo dhamaro. Kekamo, baki kekamo.
താരമകത്തിയല്ലോ ദേശം ചുറ്റുകാരക്കാരും വരത്തന്മാരും അകത്തിയല്ലോ ആവോ ധാമാനോ ആവോ ധാമാനോ വെണ്ണിയും കുത്തിയല്ലോ ആവോ ധാമാനോ തിരി കത്തുന്നല്ലോ ആവോ ധാമാനോ ലോകത്തിൻ മുൻപിലൊക്കെ Come on, guys! Okay, ready, man? ഓലച്ചൊട്ടുമനയുന്നേ നടന്നോര് താറുമറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാട്ടി കുന്നു കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാട്ടി കുന്നു കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാട്ടി കുന്നു കടന്നോരും മുറ്റത്താകെ നിരത്തുന്നേ നിറമാനം മെല്ലെ ഇരട്ടുന്നേ ചേർന്ന് നടന്നോരും പല പാട്ടി കുന്നു കടന്നോരും മുറ്റത്താകെ നിരത്തുന്നേ നാടുവരവി തന്നെ ആവോ ദാമാനോ വിമുറുകണല്ലോ ആവോ ദാമാനോ കൊല്ലുമതിയണമേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാകുന്നു കയറുന്നേ പള്ളി തങ്ങിയ മുറ്റത്ത് പഴമൊഴിക്കങ്ങമൊരുങ്ങുന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാകുന്നു കയറുന്നേ പള്ളി തങ്ങിയ മുറ്റത്ത് പഴ പുഴിക്കങ്ങമൊരുങ്ങുന്നേ 1, 2, 3, 4. വമ്പന്മാരവരണ്ടാളും നേരെ പാഞ്ഞ നടുക്കുന്നേ ആവോ ധാമാരോ ആവോ ധാമാരോ ആപ്പുയരണല്ലോ ആവോ ധാമാരോ നാടുവരവി തന്നെ ആവോ ധാമാരോ വിമുറുകണല്ലോ ആവോ ധാമാരോ ആവോ ധാമാനോ. അപ്പൊ ഇനി ബാക്ക് ടു ദ ബാൻഡ്. റെഡിയല്ലേ? ഇനി ആരും ഇവിടെ ഇരിക്കണ്ട കേട്ടോ. ഇനി ബാൻഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. ഒരേ പൊളി. ഓക്കെ, റെഡിയാണോ? ആഘോഷങ്ങൾ ആഘോഷിക്കേണ്ട രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ആഘോഷമാകുന്നത്. ഇല്ലെങ്കിൽ അത് വെറും അനാഘോഷമായി മാറും. പൊളിക്കാം. ഓക്കെ.